First, we can see what is meant by n-Queen's problem. So here this n-Queen's problem can be defined as how n queens can be placed on an n by n chessboard. ചെസ് ബോർഡ് എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയർ ബോർഡ് ആയിരിക്കും. ഇപ്പോൾ 4 ക്വീൻസിന്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. എന്നിന്റെ വാല്യൂ 4 ആണെന്ന് വിചാരിക്കുക. 4 ക്വീൻസിനെ ഒരു 4x4 ചെസ് ബോർഡിൽ എങ്ങനെ വെക്കാം വിത്തൗട്ട് അറ്റാക്കിംഗ് ഈച്ച് അതർ. ക്വീൻ ആണ് ഒരു ചെസ് ബോർഡിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത്. അപ്പൊ അതിൽ നമുക്കറിയാം ക്വീനെ എങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഹൊറിസോണ്ടൽ അറ്റാക്ക് പോസിബിൾ ആണ്, വെർട്ടിക്കൽ ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും, ഡയഗണൽ ആയിട്ടും അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ അറ്റാക്ക് അവോയ്ഡ് ചെയ്യുന്ന വിധത്തിൽ 4 ക്വീൻസിനെ എങ്ങനെ ഒരു 4x4 ചെസ് ബോർഡിൽ വെക്കാൻ പറ്റും എന്നുള്ളതാണ് 4 ക്വീൻസ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഇപ്പോൾ 4 ക്വീൻസ് പ്രോബ്ലത്തിന്റെ 2 സൊല്യൂഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു മെത്തേഡിൽ വെച്ച് കഴിഞ്ഞാൽ ക്വീൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യില്ല. ഈ ഒരു അറേഞ്ച്മെന്റ് ഇങ്ങനെ 2 സൊല്യൂഷൻ ആണ് ഇതിനുള്ളത്. ഈ സൊല്യൂഷനിൽ എങ്ങനെയാണ് അറൈവ് ചെയ്യുന്നതെന്നാണ് നമുക്ക് ഈ എൻ ക്വീൻസ് പ്രോബ്ലത്തിന്റെ അൽഗോരിതത്തിൽ പഠിക്കാനുള്ളത്. യൂസിങ് ബാക്ക് ട്രാക്കിംഗ്. അഗെയിൻ 8 ക്വീൻസിനെ എങ്ങനെ ഒരു 8x8 ചെസ് ബോർഡിൽ വിത്തൗട്ട് അറ്റാക്കിംഗ് ഈച്ച് അതർ വെക്കാന്നുള്ള സൊല്യൂഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൊല്യൂഷൻ ഓഫ് 8 ക്വീൻസ് പ്രോബ്ലം. സോ n ക്വീൻസ് പ്രോബ്ലം is placing n queens on an n by n chessboard in such a manner that no two queens attack each other by being in the same row, same column or diagonal. 3 types of attacks avoid ചെയ്യണം. Row wise attack, column wise attack and diagonal attack. Given a 4x4 chessboard, then 4 queens have to be placed without attacking each other. Consider a state space tree for solving 4 queens problem. For at least one solution. ഇതിന്റെ സ്റ്റേറ്റ് സ്പേസ് ട്രീ എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. അതായത് ബാക്ക് ട്രാക്കിംഗ് വെച്ചിട്ട് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഒരു ഓരോ ക്വീനിന് ഇപ്പൊ ഒരു 4x4 ചെസ് ബോർഡിൽ 4 ക്വീൻസിനെ വെക്കണമെങ്കിൽ വിത്തൗട്ട് അറ്റാക്കിംഗ് ഈച്ച് അതർ വെക്കണം. അപ്പോൾ ഓരോ ക്വീനെയും ഡിഫറെന്റ് റോസിലാണ് വെക്കേണ്ടത്. റോ വൈസ് അറ്റാക്ക് ചെയ്യാൻ അവോയ്ഡ് ചെയ്യാൻ. പിന്നെ ഡിഫറെന്റ് കോളംസിലാണ് വെക്കേണ്ടത്. പിന്നെ ഡയഗണൽ വൈസും അറ്റാക്ക് ഉണ്ടാവരുത്. എങ്ങനെയാണ് ഇതിന്റെ സൊല്യൂഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. യൂസിങ് ബാക്ക് ട്രാക്കിംഗ് മെത്തേഡ്. ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു DFS ട്രീ മെത്തേഡ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ റൂട്ട് നോഡ് എന്ന് പറയുമ്പോൾ ഒരു 4x4 ചെസ് ബോർഡാണ് റൂട്ട് നോഡായിട്ട് എടുക്കുന്നത്. So this is the root node. 4x4 ചെസ് ബോർഡ് റൂട്ട് നോഡായിട്ട് വരയ്ക്കുന്നത്. റൂട്ട് നോഡ് എന്ന് പറയുമ്പോൾ ഒന്നും നമ്മൾ ഇതിന് ഒരു ക്വീനെയും പ്ലേസ് ചെയ്തിട്ടില്ല. ഇറ്റ്സ് എ റൂട്ട് നോഡ്. ഇനി റൂട്ട് നോഡിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ക്വീനെ പ്ലേസ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ക്വീനെ നമ്മൾ ഫസ്റ്റ് ക്വീൻ നമ്പറും റോ നമ്പറും സെയിം ആയിട്ട് എടുക്കാം. ഫസ്റ്റ് ക്വീനെ ഫസ്റ്റ് റോയിൽ മാത്രമാണ് പ്ലേസ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് റോയിൽ ഇപ്പൊ ആദ്യം ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്യുന്നതായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ക്വീനെ പ്ലേസ് ചെയ്യാണ് ഇൻ ദ ഫസ്റ്റ് റോ. ലെഫ്റ്റ് ചൈൽഡ് ആയിട്ട് അത് വരയ്ക്കും. ഫസ്റ്റ് ക്വീൻ ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് പൊസിഷനിൽ ഫസ്റ്റ് ക്വീനെ പ്ലേസ് ചെയ്യും. ദെൻ ഇതിന്റെ കണ്ടിന്യൂഷൻ എങ്ങനെ വരയ്ക്കും? സെക്കൻഡ് ക്വീനെ എവിടെ പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ആണ് ബാക്ക് ട്രാക്കിംഗിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ മാക്സിമം എത്ര വരെ എത്തും എന്നുള്ള ഇതിൽ പോകണം. അപ്പൊ സെക്കൻഡ് ക്വീനെ എവിടെ പ്ലേസ് ചെയ്യാം? സെക്കൻഡ് ക്വീനെ സെക്കൻഡ് റോയിലാണ് പ്ലേസ് ചെയ്യേണ്ടത്. സെക്കൻഡ് റോയിൽ ഇവിടെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റില്ല. വെർട്ടിക്കൽ അറ്റാക്ക് വരും. സെയിം കോളമാണ്. ഇവിടെ പ്ലേസ് ചെയ്താൽ ഡയഗണൽ അറ്റാക്ക് വരും. ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇവിടെ ഈ പൊസിഷനിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഫസ്റ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അഗെയിൻ സെക്കൻഡ് പൊസിഷനിലും പ്ലേസ് ചെയ്യാൻ പറ്റില്ല. തേർഡ് പൊസിഷനിൽ നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് തേർഡ് പൊസിഷനിൽ പ്ലേസ് ചെയ്തുകൊണ്ടുള്ളൊരു ചെസ് ബോർഡ് വരയ്ക്കാം. പ്ലേസിംഗ് ഇൻ ദ തേർഡ് പൊസിഷൻ. ഫസ്റ്റ് ക്വീൻ ഓൾറെഡി ഇവിടെ ഉണ്ട്. സെക്കൻഡ് ക്വീനെയാണ് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് ചെയ്യണം. ദെൻ ഇനി ഇപ്പൊ നമുക്ക് സെക്കൻഡ് ക്വീനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഈ തേർഡ് ക്വീനെ എവിടെ പ്ലേസ് ചെയ്യാൻ നോക്കാം. തേർഡ് ക്വീനെ തേർഡ് റോയിലാണ് പ്ലേസ് ചെയ്യുന്നത്. ഈ പൊസിഷനിൽ തേർഡ് റോയിൽ ഓരോ പൊസിഷൻസ് നോക്കാം. ഇവിടെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്?
സെയിം കോളത്തിൽ വേറെ ക്വീൻ ഉണ്ട്. ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല, ഡയഗണൽ അറ്റാക്ക്. ഇവിടെ പ്ലേസ് ചെയ്ത് എന്ത് വരും? വെർട്ടിക്കൽ അറ്റാക്ക് ഉണ്ടായിരിക്കും. ദെൻ ഇവിടെയും പ്ലേസ് ചെയ്താൽ ഡയഗണൽ അറ്റാക്ക് ഉണ്ടായിരിക്കും. ഈ 4 പൊസിഷൻസിലും നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓൾ ദ 4 പൊസിഷൻസ് ഡെഡ് എൻഡ് ആണ്. അപ്പൊ ഈ നോഡ് ഇനി ഫർദർ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ബാക്ക് ട്രാക്ക് ചെയ്യണം. അപ്പൊ ബാക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ 1 സ്റ്റെപ്പ് വെച്ചിട്ടാണ് ബാക്ക് ട്രാക്ക് ചെയ്യുക. ബാക്കിലേക്ക് പോകുന്നത് 1 സ്റ്റെപ്പ് ബാക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ ഇവിടെ എത്തും. ഇവിടെ 1 2 3 തേർഡ് പൊസിഷനിൽ പ്ലേസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അത് നമുക്ക് തെറ്റാന്ന് മനസ്സിലായി. എന്നിട്ട് നമ്മളപ്പോ ഇനി ബാക്കിയുള്ള പൊസിഷൻ 4th പൊസിഷൻ. അപ്പൊ 4th പൊസിഷനിൽ വെച്ചുകൊണ്ടുള്ള ഒരു നോഡാണ് നമ്മൾ ഇനി കൺസിഡർ ചെയ്യുന്നത്. ഇതിനെ 4th പൊസിഷനിൽ വെച്ചിട്ട് ഇങ്ങനെയാണ് ബാക്ക് ട്രാക്കിംഗ് അപ്രോച്ച് നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെ വരച്ചു. അപ്പൊ ഫസ്റ്റ് ക്വീൻ എവിടെയാണ്? ദെൻ സെക്കൻഡ് ക്വീനിനെ തേർഡ് പൊസിഷനിലുള്ളത് ഇൻകറക്റ്റ് ആയിരുന്നു എന്ന് മനസ്സിലായി. അപ്പൊ ബാക്ക് ട്രാക്ക് ചെയ്ത് വന്ന് സെക്കൻഡ് ക്വീനെ ഞാൻ എവിടെയാണ് വെക്കുന്നത്? 4th പൊസിഷൻ. ഒരു പൊസിഷൻ ഇവിടെ ബാക്കി വരുന്നുണ്ട്. ആ 4th പൊസിഷനിൽ ഇവിടെ വെച്ചു. ഓക്കെ, ഇനി ഇതിനെ ഫർദർ എക്സ്പാൻഷൻ നോക്കാം. ഇനി നമ്മൾ തേർഡ് ക്വീന്, സെക്കൻഡ് ക്വീനെ മാറ്റി വെച്ചു. ഇനി തേർഡ് ക്വീനെ വീണ്ടും വെക്കാൻ പോകും. തേർഡ് റോയിലാണ് വെക്കേണ്ടത്. തേർഡ് റോയിൽ ഇവിടെ പോസിബിൾ അല്ല. ഓക്കെ, വെർട്ടിക്കൽ അറ്റാക്ക് ഇവിടെ പോസിബിൾ ആണോ നോക്കാം. തേർഡ് റോയിൽ ഇവിടെ ഈ പൊസിഷനിൽ ഒരു തരത്തിലുള്ള അറ്റാക്കും വരുന്നില്ല. അപ്പൊ ഇവിടെ പോസിബിൾ ആണ്. ഇവിടെ പറ്റുന്നില്ല, ഇവിടെ പോസിബിൾ ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ഈ പൊസിഷനിൽ വെച്ചുകൊണ്ട് നെക്സ്റ്റ് ചെസ് ബോർഡ് നമ്മൾ ഈ പൊസിഷനിൽ വെച്ചിട്ട് വരയ്ക്കാം. ഈ പൊസിഷനിൽ ഇങ്ങനെ വെച്ച് ചെസ് ബോർഡ് വരയ്ക്കാം. ഇങ്ങനെയാണ്. ഇങ്ങനെ വരയ്ക്കുന്ന ഇതിനെ പറയുന്നതാണ് സ്റ്റേറ്റ് സ്പേസ് ട്രീ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ക്വീൻ ഇവിടെയാണ്, സെക്കൻഡ് ക്വീന്റെ പൊസിഷൻ ഇവിടെയാണ്, തേർഡ് ക്വീന്റെ ആണ് ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. തേർഡ് ക്വീനെ ഇപ്പൊ വെക്കാൻ പറ്റുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പൊ തേർഡ് ക്വീനെ ഇവിടെ വെച്ചുകൊണ്ടുള്ള ചെസ് ബോർഡ് നമ്മൾ വരച്ചു. തേർഡ് ക്വീൻ. ഇനി നെക്സ്റ്റ് ഇതിന്റെ ഫർദർ എക്സ്പാൻഷനിൽ 4th ക്വീൻ ഇനി വെക്കണം. 4th ക്വീൻ ഇവിടെ വെക്കാൻ പറ്റുമോ നോക്കില്ല. 4th ക്വീനെ ഫസ്റ്റ് പൊസിഷനിൽ വെക്കാൻ പറ്റില്ല, വെർട്ടിക്കൽ അറ്റാക്ക്. ഈ പൊസിഷനിൽ വെക്കാൻ പറ്റില്ല, സെയിം കോളാണ്. 4th ക്വീൻ ഇവിടെ വെച്ചാൽ എന്തുണ്ടാവും? 4th റോയിലാണ് വെക്കേണ്ടത്. 4th ക്വീൻ എവിടെ വേണമെങ്കിലും വെക്കാം. ഇവിടെ വെക്കുമ്പോൾ ഡയഗണൽ അറ്റാക്ക് ഉണ്ടാവും. അപ്പോൾ ഇവിടെ വെക്കാൻ പറ്റില്ല. എഗെയിൻ ഇവിടെ വെച്ചാൽ വീണ്ടും വെർട്ടിക്കൽ അറ്റാക്ക് ഉണ്ടാവും. അപ്പോൾ ഇവിടെയും വെക്കാൻ പറ്റില്ല. അപ്പോൾ 4th ക്വീനെ ഒരിക്കലും ഈ 4th റോയിൽ ഒരിക്കലും വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? എഗെയിൻ ബാക്ക് ട്രാക്ക്. 1 സ്റ്റെപ്പ് ബാക്ക് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എത്തും, ഈ പോസിബിലിറ്റിയിൽ എത്തും. ഈ പോസിബിലിറ്റിയാണ് ഇപ്പോൾ നമ്മൾ സെക്കൻഡ് പൊസിഷനിലെ പോസിബിലിറ്റിയാണ് കൺസിഡർ ചെയ്യുന്നത്. തേർഡ് പൊസിഷനിലുള്ള പോസിബിലിറ്റി നോക്കണം. ഇതിന്റെ തേർഡ് ക്വീനെ വെക്കേണ്ട പോസിബിലിറ്റിയിലേക്ക് നമ്മൾ തിരിച്ചു വന്നു. തേർഡ് പൊസിഷൻ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഡയഗണൽ അറ്റാക്ക് ഉണ്ടാവും. അപ്പോൾ ഇവിടെ വെക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇവിടെ വെച്ച് കഴിഞ്ഞാലോ അഗെയിൻ വെർട്ടിക്കൽ അറ്റാക്ക് ഉണ്ടാവും. അപ്പോൾ ഇവിടെയും വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതൊരു ഡെഡ് എൻഡ് ആണ്. അപ്പോൾ അഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? ബാക്ക് ട്രാക്ക് ചെയ്യണം. 1 സ്റ്റെപ്പും കൂടി ഇവിടെ ഡെഡ് എൻഡ് ഫോം ചെയ്തു. 1 സ്റ്റെപ്പും കൂടി ബാക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ ഇവിടെ എത്തും. ഇപ്പോൾ ഇവിടുത്തെ ഫിനിഷ് ചെയ്തു. എന്ത് ചെയ്യണം? അഗെയിൻ 1 സ്റ്റെപ്പ് ബാക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ നമ്മൾ റൂട്ടിലെത്തി. റൂട്ടിൽ ഇപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ വെക്കുന്ന ഓപ്ഷനാണ് എടുത്തിരുന്നത്. ഇപ്പോൾ റൂട്ടിൽ ഇനി ഇവിടെ ബാക്ക് ട്രാക്ക് ചെയ്ത് എത്തുമ്പോൾ സെക്കൻഡ് പൊസിഷനിൽ വെക്കുന്ന ഓപ്ഷനാണ് ഇനി എടുക്കേണ്ടത്. റൂട്ടിന് ഇവിടെ 1 2 3 4 അങ്ങനെ പൊസിഷൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വീനെ വെക്കാനുള്ള പൊസിഷൻസ് ആണ് ഇതൊക്കെ. റൂട്ടിന്റെ അടുത്ത സെക്കൻഡ് പൊസിഷനിലേക്ക് ഇവിടേക്ക് നമ്മൾ തിരിച്ചു വന്നിട്ടുള്ള പോസിബിലിറ്റീസ് നമ്മൾ വരയ്ക്കുന്നത്. സെക്കൻഡ് പൊസിഷനിൽ വെച്ചുകൊണ്ട് നമ്മളിവിടെ വരയ്ക്കാം. സെക്കൻഡ് പൊസിഷനിൽ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ 1, ഇവിടെ ഈ ഇത് വരയ്ക്കുക, ചെസ് ബോർഡ് വരയ്ക്കുക. തിരിച്ച് റൂട്ടിലേക്ക് തന്നെ ബാക്ക് ട്രാക്ക് ചെയ്തെത്തി. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് ഫസ്റ്റ് പൊസിഷനിൽ വെച്ച് അത് ഫോൾസ് ആണെന്ന് ആ വേയിൽ പോയപ്പോൾ ബാക്ക് ട്രാക്ക് ചെയ്ത് സൊല്യൂഷൻ കിട്ടാണ്ട് തിരിച്ചു വരേണ്ട വന്നു അല്ലെ. അപ്പോൾ ഇനി വെക്കേണ്ടത് ഇവിടുത്തെ സെക്കൻഡ് പൊസിഷനിൽ ഫസ്റ്റ് ക്വീനെ വെക്കും. സെക്കൻഡ് പൊസിഷനിൽ ഫസ്റ്റ് ക്വീനെ വെച്ചു. ദെൻ ഇനി നമുക്ക് സെക്കൻഡ് ക്വീനെ വെക്കണം. സെക്കൻഡ് ക്വീനെ നമുക്ക് എവിടേക്ക് വെക്കാൻ പറ്റും നോക്കാം. സെക്കൻഡ് ക്വീൻ എപ്പോഴും വെക്കുമ്പോൾ ക്വീൻ നമ്പർ റോ നമ്പർ സെയിം ആയിരിക്കണം. സെക്കൻഡ് റോയിലാണ് വെക്കേണ്ടത്. സെക്കൻഡ് റോയിൽ ഇവിടെ വെക്കാൻ പറ്റുമോ നോക്കും. ഫസ്റ്റ് പൊസിഷനിൽ വെക്കാൻ പറ്റില്ല, ഡയഗണൽ അറ്റാക്ക് ഉണ്ടാവും. ഇവിടെ സെക്കൻഡ് പൊസിഷനിൽ വെക്കാൻ പറ്റുമോ നോക്കും. സെക്കൻഡ് പൊസിഷനിൽ വെർട്ടിക്കൽ അറ്റാക്ക് വരും. അപ്പോൾ അവിടെ പറ്റില്ല, ഈ പൊസിഷൻസിൽ പറ്റില്ല. അപ്പൊ ഡെഡ് എൻഡിനെ ജസ്റ്റ് ഒരു ലൈൻ വരച്ച് അങ്ങനെ കാണിക്കാം. പറ്റാത്ത കേസുകൾ അങ്ങനെ ഒരു ലൈൻ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ വെച്ച് കഴിഞ്ഞാലും എഗെയിൻ ഡയഗണൽ അറ്റാക്ക് ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് വെക്കാൻ പറ്റും, 4th പൊസിഷനിൽ വെക്കാൻ പറ്റും. അപ്പൊ 4th പൊസിഷനിൽ വെച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ചെസ് ബോർഡ് വരയ്ക്കും. പ്ലേസിങ് ഇൻ ദ 4th പൊസിഷൻ, സെക്കൻഡ് ക്വീൻ. ഫസ്റ്റ് ക്വീൻ അപ്പോൾ ഇവിടെ ചെസ് ബോർഡ് വരയ്ക്കാം. അപ്പൊ ഇങ്ങനെയാണ് ചെസ് ബോർഡ് വരച്ച് സ്പേസ് ട്രീ വരച്ചിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്വീനെ നമ്മളിവിടെ ഫസ്റ്റ് ക്വീനെ ഇവിടെ വെച്ചു. സെക്കൻഡ് ക്വീൻ എവിടെയാണ് ഇപ്പൊ വെക്കുന്നത്? സെക്കൻഡ് ക്വീനെ ഇവിടെയാണ് വെക്കുന്നത്. സെക്കൻഡ് ക്വീനെ ഈ പൊസിഷനിൽ വെച്ചു. ഇനി നമുക്ക് തേർഡ് ക്വീനെ എവിടെ വെക്കാൻ പറ്റും നോക്കാം. ഓക്കെ, തേർഡ് ക്വീനെ വെക്കാൻ പറ്റുമ്പോൾ ഓരോ പൊസിഷൻസ് തേർഡ് റോയിലാണ് വെക്കേണ്ടത്. ഇവിടെ വെക്കാൻ പറ്റുമോ നോക്കൂ. തേർഡ് ക്വീനെ ഇവിടെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഡയഗണൽ അറ്റാക്ക് ഇല്ലാത്ത വിധത്തിൽ ഇവിടെ വെക്കാനായിട്ട് നമുക്ക് തേർഡ് ക്വീനെ പറ്റും. അപ്പൊ നമുക്ക് തേർഡ് റോയിൽ ഫസ്റ്റ് പൊസിഷനിൽ തേർഡ് ക്വീനെ വെക്കാം. അപ്പൊ അങ്ങനെ വെച്ചുകൊണ്ട് വരയ്ക്കാം. തേർഡ് ക്വീൻ ഫസ്റ്റ് പൊസിഷനാണ് നമ്മൾ എടുക്കുന്നത്. ആ ഒരു ഓർഡറിലാണ് നമ്മൾ പോവുക. ഇവിടെ വരച്ച് കഴിയുമ്പോൾ ഫസ്റ്റ് ക്വീനും സെക്കൻഡ് ക്വീനും സെയിം ആ പൊസിഷൻസിൽ തന്നെ വരയ്ക്കാം. ഫസ്റ്റ് ക്വീൻ ഇവിടെയാണ്, സെക്കൻഡ് ക്വീൻ ഫോർത്ത് ഈ പൊസിഷനിലാണ്, തേർഡ് ക്വീൻ ഇവിടെ വെച്ചു. അപ്പോൾ അറ്റാക്ക് ഇല്ലാത്ത വിധത്തിൽ വെക്കാൻ പറ്റും. ഇനി നമുക്ക് ഫോർത്ത് ക്വീനെ നോക്കണം. ഫോർത്ത് ക്വീനെ ഈ പൊസിഷനിൽ വെക്കാൻ പറ്റില്ല. ഇവിടെ വെർട്ടിക്കൽ അറ്റാക്ക് വരും. ഫോർത്ത് റോയിലാണ് വെക്കുന്നത്. ഫോർത്ത് ക്വീനെ ഇവിടെ സെക്കൻഡ് പൊസിഷനിൽ വെക്കാൻ പറ്റില്ല, വെർട്ടിക്കൽ അറ്റാക്ക് വരും. ഫോർത്ത് ക്വീനെ ഈ പൊസിഷനിൽ വെക്കുമ്പോൾ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഡയഗണലും അറ്റാക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതിൽ വെച്ചുകൊണ്ടുള്ള നോഡ് വരയ്ക്കാം. തേർഡ് പൊസിഷനിലാണ് നമ്മൾ ഫോർത്ത് ക്വീനെ ഇപ്പോൾ വെക്കുന്നത്. ഫോർത്ത് റോയിലെ തേർഡ് പൊസിഷനിൽ ഇങ്ങനെ ഇതിന്റെ വരയ്ക്കും. ഇത് വരയ്ക്കുമ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വീൻ ഇവിടെയാണ് വെച്ചിരുന്നത്, സെക്കൻഡ് ക്വീൻ ഇവിടെയാണ്, തേർഡ് ക്വീൻ ഇവിടെയാണ്, ദെൻ ഫോർത്ത് ക്വീൻ നമ്മളിപ്പോൾ ഇവിടെയാണ് വെക്കുന്നത്. ഇതാണ് കംപ്ലീറ്റ് സ്റ്റേറ്റ് സ്പേസ് ട്രീ ഓഫ് ദ എൻ ക്വീൻ. അപ്പോൾ എൻ ക്വീൻസ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. സ്റ്റേറ്റ് സ്പേസ് ട്രീ വരച്ചിട്ട് സോൾവ് ചെയ്യണം. റൂട്ടിനോട് ബ്ലാങ്ക് ആയിട്ട് ഇടുക, എന്നിട്ട് ഓരോ പോസിബിലിറ്റീസ് എടുക്കുക. ഡെഡ് എൻഡ് എത്തുമ്പോൾ തിരിച്ചു വരും. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഇപ്പോൾ ആൻസർ നോഡ് കിട്ടിക്കഴിഞ്ഞു. സോ ദിസ് ഇസ് അവർ ആൻസർ നോഡ്. ഈ അറേഞ്ച്മെന്റ് ആണ് നമുക്ക് ചെയ്യേണ്ടത് എൻ ക്വീൻസ് പ്രോബ്ലത്തിൽ. ഈ മോർ ദാൻ വൺ അനദർ ആൻസർ നോഡ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്ക് ട്രാക്ക് ചെയ്ത് പോവാം. ഓരോ സ്റ്റെപ്പ് വൺ ലെവലാണ് ബാക്ക് ട്രാക്ക് ചെയ്ത് പോവാം. അപ്പൊ അതർ ആൻസർ കിട്ടും. മോസ്റ്റ്ലി നമുക്ക് ഒരു ആൻസർ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇപ്പൊ എൻ ക്വീൻസ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറയുമ്പോൾ സ്റ്റേറ്റ് സ്പേസ് ട്രീ വരച്ച് ഇങ്ങനെ സോൾവ് ചെയ്യും.